എവിടേക്കാ പോണേ? നീ പോയില്ലേ ഇത്? ഇല്ല, എന്റെ ക്യാൻസലായി. ഏട്ടൻ എങ്ങടാ പോണേ? ആ ജോബിനെ കുറച്ച് ദിവസമായിട്ട് ഒരു സുഖമില്ല, സന്തോഷമില്ലെന്നാ പറയണേ. അപ്പൊ ഞാൻ പോയി കുറച്ച് നേരം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് നേരം സംസാരിക്കട്ടെ. അല്ല എന്തുപറ്റി, നിന്റെ പ്ലാൻ എന്തുപറ്റി? ആ സുലുവിന്റെ അമ്മായിയമ്മ ഹോസ്പിറ്റലാ, അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ മൊത്തം ക്യാൻസലായി. വേറെന്തോ കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അശ്വതിയും ഫാത്തിമയും പറഞ്ഞു അവരും വരണില്ല, ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. ഹലോ, ഇപ്പോഴേ ഇൻസ്റ്റാഗ്രാമിലെ പുതിയൊരു ഫീച്ചർ ഉണ്ട്. കുറെ പേർക്ക് അറിയാത്തോണ്ടേ അവരവരൊക്കെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. സുലു സെൻട്രൽ ലണ്ടനിലാണല്ലോ. അല്ല, അവള് അക്സ്ബ്രിഡ്ജിലെ ഹോസ്പിറ്റലിലാ. അവളുടെ കൂടെ എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്, അശ്വതിയും ഫാത്തിമയും എല്ലാരും ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇൻസ്റ്റാഗ്രാമിലെ പുതിയ ലൊക്കേഷൻ ഫീച്ചറാണ്. അപ്പൊ എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ഡ്രാമയായിരുന്നു ഇത്. പറഞ്ഞു ഞാൻ ഒഴിവാക്കി കൊടുക്കില്ല. ലൊക്കേഷൻ ഓഫ് ആണല്ലോ അല്ലേ? ഞാൻ ഒന്ന് വിളിക്കട്ടെ. സുലു, എങ്ങനെയുണ്ട് അമ്മായിയമ്മയ്ക്ക്? തീരെ വയ്യടാ, ഞാൻ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലടാ. തീരെ വയ്യ. 10 ദിവസം എടുക്കുന്ന ഡോക്ടർ പറയണേ. 10 ദിവസമൊക്കെ എടുക്കും ഡിസ്ചാർജ് ആവും. ശരിടാ, പോട്ടെ. ശരിടാ, ടേക്ക് കെയർ, ബൈ. ഞാനേ ഇതൊക്കെ കൊടുക്കണ്ട്. എന്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ ഞങ്ങളുടെ ഒഴിവാവില്ലേ? ഇത് സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇത് ഒരുപാട് പേർക്ക് അറിയാഞ്ഞിട്ടേ. ഞാൻ ഇന്നലെ ഇത് കണ്ടതേ, കുറെ പേര് ലൊക്കേഷൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളത് സൂക്ഷിക്കണം കേട്ടോ. എന്തായാലും ഒന്നും പണിയില്ലല്ലോ, എല്ലാവരും ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ. നല്ല കാര്യം. അപ്പൊ ഞാൻ പോട്ടെ എന്നാല്. അപ്പൊ ശരി കേട്ടോ, ബൈ ബൈ ബൈ. എനിക്കെന്തായാലും എവിടെയും പോകണ്ടാത്തോണ്ട് എൻ്റെ കുറെ കാര്യങ്ങൾ വീട്ടിൽ നടന്നു കിട്ടി. എന്തായാലും എൻ്റെ ഏട്ടൻ എനിക്ക് ലൊക്കേഷൻ പഠിപ്പിച്ചു തന്നുകൊണ്ട് ഏട്ടൻ്റെ ലൊക്കേഷൻ തന്നെ ഞാൻ ഒന്ന് നോക്കിക്കളയാം. അമ്പട കേമ ജോബിന്റെ വീട്ടിലല്ലേ? അപ്പൊ ശരിയാക്കാം. ഹലോ ഏട്ടാ, എവിടെയാ? ഒരു മിനിറ്റ്, കഷ്ടപ്പെടണ്ടെന്നോണ പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെയും ജോബിൻ്റെയും ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പബ്ബിലിരിക്കല്ലേ നിങ്ങൾ? വിഷമം പറഞ്ഞ് തീർക്കായിരിക്കും അല്ലേ? അരമണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടാ, പണിയുണ്ട് ഇവിടെ കുറെ. ശരി, ബൈ. ലൊക്കേഷൻ എന്നോടാ കളി.